വെൽക്കം ടു ഐഷൂസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെയ്പത്തിരിയാണ്. അരി അരച്ച് ചൂടുന്ന അതേ ടേസ്റ്റ് തന്നെ എളുപ്പത്തിൽ പത്തിരിപ്പൊടി കൊണ്ട് നമുക്ക് നല്ല മൊരിഞ്ഞ നെയ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടയിൽ നിന്നും വാങ്ങിയതാണ്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന പച്ചരി 1/2 കപ്പ്, അരമുറി സവാള കട്ട് ചെയ്തത്, ഒന്നര സ്പൂൺ വലിയ ജീരകം, അരമുറി തേങ്ങ ചിരകിയത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അരിപ്പൊടി എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. ശേഷം അരച്ചെടുക്കാം. ഇത് നൈസായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, തരിതരിയായാണ് അരച്ചെടുക്കേണ്ടത്. അരച്ചെടുത്ത ഈ അരപ്പ് കുറേശ്ശെയായി പത്തിരിപ്പൊടിയിൽ ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. ഈ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഈ ഒരു വലുപ്പത്തിലാണ് ഉരുളകളാക്കേണ്ടത്. ഒരു പാൻ വെച്ച് എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്പത്തിരി പരത്തി ചുട്ടെടുക്കാം. പരത്തുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലോണം നേർത്ത് പോവാത്ത വിധത്തിൽ പരത്തിയെടുക്കണം. നേർത്ത് പോയാൽ നെയ്പത്തിരി പൊങ്ങി വരില്ല. എന്നാൽ നല്ലോണം കട്ടികൂട്ടി പരത്താനും പാടില്ല. ഈ ഒരു പരുവത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. പൊരിക്കുമ്പോൾ ഫ്ലെയിം ഹൈയിൽ തന്നെ വെക്കേണ്ടതാണ്. അപ്പോഴേ പൊങ്ങി വരുള്ളൂ. ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ പൊങ്ങി വരില്ല. ലോ ഫ്ലെയിമിലാക്കിയാൽ എണ്ണ പിടിക്കാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഇതാ നെയ്പത്തിൽ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഈ ഒരു പരുവത്തിലെടുത്താലാണ് നെയ്പത്തിരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള നെയ്പത്തിലും ചുട്ടെടുക്കാം. ഇങ്ങനെ ചുട്ടെടുത്ത നെയ്പത്തിരി അടുത്ത ദിവസം വരെ കേടുകൂടാതെ നിൽക്കുന്നതാണ്.
അപ്പോൾ ഇതാ നെയ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇത്തിരി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.